നമസ്കാരം. നമുക്കൊരു പഴയ കാലത്തേക്ക് പോയാലോ? ഒരു 1953ലേക്ക്. അന്നത്തെ ഒക്ടോബർ മാസത്തിലെ അഖണ്ഡ ജ്യോതി എന്നൊരു ഹിന്ദി മാഗസിന്റെ താളുകളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഇതിലൂടെ യുഗഋഷി പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയുടെ ചില ചിന്തകൾ ഇന്നത്തെ നമ്മുടെ ജീവിതത്തിന് എത്രത്തോളം പ്രയോജനപ്പെടുമെന്ന് നോക്കാം. അപ്പോ ഈ യാത്രയില് നമ്മൾ എന്തൊക്കെയാണ് കാണാൻ പോകുന്നതെന്ന് നോക്കാം. കെടാത്ത ജ്വാല എന്ന ആശയത്തിൽ തുടങ്ങി സ്വഭാവം, ആന്തരിക ശക്തി, ജീവിതപാഠങ്ങൾ, അങ്ങനെ പോയി ഈ ജ്ഞാനത്തിന്റെ ഒരു സംഗ്രഹത്തിൽ നമ്മൾ അവസാനിപ്പിക്കും. നമുക്ക് തുടങ്ങാമല്ലേ? അപ്പോ ആദ്യത്തെ ഭാഗം, കെടാത്ത ജ്വാല. എന്താണ് ഈ അഖണ്ഡ ജ്യോതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം? നമ്മുടെയെല്ലാം ഉള്ളിൽ നമ്മളെ നേർവഴിക്ക് നയിക്കുന്ന ഒരു വെളിച്ചമുണ്ട്. അതിനെക്കുറിച്ചാണ് ഈ ഭാഗത്ത് പറയുന്നത്. അഖണ്ഡ ജ്യോതി അല്ലെങ്കിൽ കെടാത്ത ജ്വാല എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇതാണ്: നമ്മുടെ ഉള്ളിലെപ്പോഴും കത്തി നിൽക്കുന്ന ഒരു ദീപം പോലെ. പുറത്ത് എത്ര കാറ്റടിച്ചാലും എത്ര ഇരുട്ടുണ്ടെങ്കിലും ഈ വെളിച്ചം നമുക്ക് വഴി കാണിച്ചു തരും. ഇതാണ് നമ്മുടെ ആന്തരിക ജ്ഞാനത്തിന്റെ, നമ്മുടെ ആത്മീയ ഊർജത്തിന്റെ ഉറവിടം. ശരി, നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ജ്വാലയുണ്ടെങ്കിൽ അതിന് നല്ലപോലെ കത്താൻ ഒരു ഇന്ധനം വേണ്ടേ? അതാണ് നമ്മുടെ സ്വഭാവം. ഒരു നല്ല ജീവിതത്തിന് സദ്ഗുണമുള്ള ഒരു സ്വഭാവം എത്രത്തോളം പ്രധാനമാണെന്ന് നമുക്ക് നോക്കാം. സത്യസന്ധനായ ഒരു വ്യക്തി ഒരിക്കലും യഥാർത്ഥത്തിൽ ദരിദ്രനാകുന്നില്ല. സത്യസന്ധനല്ലാത്ത ഒരാൾ ഒരിക്കലും യഥാർത്ഥത്തിൽ സമ്പന്നനാകുന്നില്ല. എന്തൊരു ശക്തമായ വാക്കുകളാണല്ലേ! സത്യസന്ധത എന്ന് പറയുന്നത് വെറും പുറമേക്ക് കാണിക്കുന്ന ഒന്നല്ല, അത് നമ്മുടെ ഉള്ളിലെ ഏറ്റവും വലിയ സമ്പത്താണ്. യഥാർത്ഥ ധനം എന്ന് പറയുന്നത് മനസ്സമാധാനമാണ്, ആത്മാഭിമാനമാണ്, അല്ലാതെ പണമല്ലെന്ന് ഈ മാസിക നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അപ്പം നമ്മുടെ മുന്നിൽ രണ്ട് വഴികളുണ്ട്. ഒന്ന് സത്യസന്ധതയുടെ വഴി. അത് ചിലപ്പോൾ കുറച്ചു ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ അവസാനം നമുക്ക് സമാധാനവും ബഹുമാനവും കിട്ടും. മറ്റേതോ വഞ്ചനയുടെ വഴിയാണ്. അത് ഒരുപക്ഷെ എളുപ്പത്തിൽ കാര്യങ്ങൾ നേടിത്തന്നേക്കാം, പക്ഷേ കൂടെ വരുന്നത് ടെൻഷനും അസ്ഥിരതയും അവസാനം നഷ്ടങ്ങളുമായിരിക്കും. ഈ ഒരു വ്യത്യാസം വളരെ വ്യക്തമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. ഇതിനെയാണ് മാസിക ദൈവിക നീതി എന്ന് വിളിക്കുന്നത്. ഇത് ദൈവം വന്ന് ശിക്ഷിക്കുന്നൊരു സംഭവമല്ല, മറിച്ച് ഒരു പ്രകൃതി നിയമം പോലെയാണ്. നമ്മൾ എന്തു ചെയ്യുന്നോ അതിന്റെ ഫലം നമ്മളിലേക്ക് തന്നെ തിരിച്ചുവരും. നല്ലത് ചെയ്താൽ നല്ലത്, ചീത്ത ചെയ്താൽ അതിൻ്റെതായ പ്രത്യാഘാതങ്ങളും ഉണ്ടാകും. ഓക്കെ, അപ്പോൾ സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇനി നമുക്ക് കുറച്ചുകൂടി ഉള്ളിലേക്ക് പോകാം. നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും നിയന്ത്രിച്ച് ആന്തരികമായ ഒരു ശക്തി എങ്ങനെ നേടിയെടുക്കാമെന്ന് നോക്കാം. മാസികയിൽ നിന്ന് കിട്ടിയ ഒരു അത്ഭുതകരമായ കഥയുണ്ട്. 5 വർഷമായി മാറാത്ത ഒരു അസുഖം. ഒരുപാട് മരുന്നുകൾ കഴിച്ചിട്ടും ഭേദമായില്ല. പക്ഷെ അവസാനം അത് മാറിയത് മരുന്നുകൊണ്ടായിരുന്നില്ല, മറിച്ച് ശ്വാസം കൊണ്ടായിരുന്നു. ആലോചിച്ചു നോക്കൂ, 5 വർഷത്തെ കഷ്ടപ്പാട്. ഒരുപാട് ചികിത്സകൾ പരാജയപ്പെട്ടു. അപ്പോഴാണ് ഒരു യോഗിയിൽ നിന്ന് അദ്ദേഹം പ്രാണായാമത്തെക്കുറിച്ച് പഠിക്കുന്നത്. പിന്നെ ദിവസവും ചിട്ടയായി ശ്വസനവ്യായാമങ്ങൾ ചെയ്യാൻ തുടങ്ങി. എന്തായിരുന്നു ഫലം? പൂർണ്ണമായ രോഗശാന്തി. പ്രാണശക്തിയെക്കുറിച്ച് പുതിയൊരറിവ് തന്നെ അദ്ദേഹത്തിന് കിട്ടി. അപ്പോൾ ശരിക്കും സന്തോഷം എവിടെ നിന്നാണ് വരുന്നത്? നമ്മൾ വിചാരിക്കും കൂടുതൽ സാധനങ്ങൾ വാങ്ങുമ്പോഴും വലിയ സ്ഥാനങ്ങൾ കിട്ടുമ്പോഴുമാണെന്ന്. പക്ഷേ ഈ മാസിക പറയുന്നത് നേരെ തിരിച്ചാണ്. യഥാർത്ഥ സന്തോഷത്തിന്റെ ഏറ്റവും വലിയ പങ്ക് വരുന്നത് ആന്തരിക സംതൃപ്തിയിൽ നിന്നാണ്. അതായത് ആഗ്രഹങ്ങൾ കുറയ്ക്കുമ്പോൾ സന്തോഷം താനേ കൂടും. സിമ്പിൾ ലോജിക് അല്ലേ? നമ്മുടെ ഉള്ളിലെ കാര്യങ്ങൾ നമ്മൾ ശരിയാക്കി. ഇനി ഈ ആന്തരിക ശക്തി നമ്മുടെ പുറം ലോകവുമായി, നമ്മുടെ ബന്ധങ്ങളുമായി, എന്തിന് ചരിത്രത്തിൽ നിന്ന് പോലും പഠിക്കാനുള്ള പാഠങ്ങളുമായി എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് നോക്കാം. ചരിത്രം ആവർത്തിക്കും എന്ന് കേട്ടിട്ടില്ലേ? അത് തന്നെയാണ് മാസികയും പറയുന്നത്. മുൻപുള്ള തലമുറകൾക്ക് പറ്റിയ തെറ്റുകളിൽ നിന്നും അവരുടെ വിജയങ്ങളിൽ നിന്നും നമ്മൾ പഠിച്ചില്ലെങ്കിൽ നമ്മളും അതേ തെറ്റുകൾ തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ചരിത്രം ഒരു വലിയ ടീച്ചറാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളാകാൻ എന്തു ചെയ്യണം? അതിന് കുറച്ച് സിമ്പിൾ ടിപ്സ് ഉണ്ട്. ദയോടെ സംസാരിക്കുക, മറ്റുള്ളവരെ ശരിക്കും ശ്രദ്ധിച്ചു കേൾക്കുക, അതിഥികളെ സ്നേഹത്തോടെ സ്വീകരിക്കുക, ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ സഹായിക്കുക, എപ്പോഴും വിനയത്തോടെ പെരുമാറുക. ഇതൊക്കെ ചെയ്താൽ തന്നെ ആളുകൾക്ക് നമ്മളോടൊരു പ്രത്യേക ഇഷ്ടം തോന്നും. ഇവയൊക്കെ നല്ല ബന്ധങ്ങളുണ്ടാക്കാനുള്ള വഴികളാണ്. ഇതൊക്കെ 1953ലെ കാര്യങ്ങളല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. എന്നാൽ ഈ തത്വങ്ങൾ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലും ജീവിതത്തിലും എങ്ങനെ പ്രയോഗിക്കാൻ പറ്റുമെന്ന് നോക്കാം. നാഗരികതയെക്കുറിച്ച് ഇതിലൊരു വിമർശനമുണ്ട്. അതായത് പാശ്ചാത്യ സംസ്കാരത്തെക്കുറിച്ചുള്ള ഒരു നിരീക്ഷണം. ഭൗതികമായ പുരോഗതിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ പോരാ,
അതിന്റെ കൂടെ ഒരു ആത്മീയമായ സന്തുലിതാവസ്ഥ കൂടിയില്ലെങ്കിൽ ജീവിതത്തിൽ എപ്പോഴും ഒരു അസ്വസ്ഥതയും അതൃപ്തിയുമായിരിക്കും ഫലം. രണ്ടും ഒരുമിച്ചു പോവണം. ഒരു രാഷ്ട്രത്തിന്റെ ശക്തി അതിന്റെ സമ്പത്തിലല്ല, മറിച്ച് അവിടുത്തെ പൗരന്മാരുടെ സ്വഭാവത്തിലും വിദ്യാഭ്യാസത്തിലുമാണ്. വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റാണിത്. വലിയ കെട്ടിടങ്ങളും ഫാക്ടറികളും മാത്രമുണ്ടായാൽ ഒരു രാജ്യം ശക്തമാകില്ല. അവിടുത്തെ ജനങ്ങളുടെ സ്വഭാവവും വിദ്യാഭ്യാസവുമാണ് യഥാർത്ഥ അടിത്തറ. അപ്പോ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഈ യാത്രയുടെ അവസാനത്തിൽ നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്നുകൂടി ചുരുക്കി നോക്കാം. അർത്ഥവത്തായ ഒരു ജീവിതം വേണോ? എങ്കിലിതാ ഒരു വഴികാട്ടി. സത്യസന്ധത ശീലിക്കുക, അതാണ് യഥാർത്ഥ സമ്പത്ത്. നിങ്ങളുടെ ശ്വാസം നിയന്ത്രിക്കാൻ പഠിക്കുക, അതാണ് ആരോഗ്യത്തിന്റെ താക്കോൽ. ആവശ്യങ്ങൾ കുറയ്ക്കുക, അതിലാണ് സന്തോഷം. നല്ല സ്വഭാവം കെട്ടിപ്പടുക്കുക, മറ്റുള്ളവരിൽ നിന്നും ചരിത്രത്തിൽ നിന്നും എപ്പോഴും പഠിക്കുക. പിന്നെ ഭൗതിക ജീവിതവും ആത്മീയ ജീവിതവും തമ്മിൽ ഒരു ബാലൻസ് കണ്ടെത്തുക. ഇന്ന് ലോകം ഒരുപാട് മാറി, അല്ലേ? എപ്പോഴും തിരക്ക്, ശ്രദ്ധ മാറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ. ഈ ഒരു സാഹചര്യത്തിൽ ഏകദേശം 70 വർഷം പഴക്കമുള്ള ഈ ലളിതമായ ജീവിത തത്വങ്ങൾക്ക് നമ്മുടെ വഴിയെ പ്രകാശിപ്പിക്കാൻ കഴിയുമോ? ഈ ആശയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴികാട്ടിയാകുമോ? ഇതൊന്ന് ആലോചിച്ചു നോക്കൂ.